നമസ്കാരം. മാധ്യമജാലകത്തിന്റെ 322 എപ്പിസോഡിലേക്ക് സ്വാഗതം. MD വാസുദേവൻ നായർ വിടവാങ്ങി. പത്രാധിപർ, സാഹിത്യകാരൻ, ചലച്ചിത്രകാരൻ എന്നീ നിലകളിൽ മലയാളികളുടെ അക്ഷര തേജസ്സായിരുന്ന MD വാസുദേവൻ നായർ നമ്മെ വിട്ടുപിരിഞ്ഞു. മൗനത്തിന്റെ ഇരുൾ ഗുഹയിലേക്ക് പിൻവാങ്ങിയ ആ മഹാമനുഷ്യയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മാധ്യമജാലകത്തിന്റെ 322 എപ്പിസോഡ്. സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ സാഗരങ്ങളെ. ലിറ്റററി ജേർണലിസത്തിന്റെ പെരുന്തച്ഛനായിരുന്നു MD. കേരളീയന്റെ ജീവിത പരിസരത്തെ ജാതിമത നിരപേക്ഷമാക്കുന്നതിന് സാഹിത്യത്തെയും സിനിമയെയും പത്രപ്രവർത്തനത്തെയും കാവ്യാത്മകമായി പ്രയോഗവൽക്കരിച്ച MD വാസുദേവൻ നായർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു. മലയാള പത്രപ്രവർത്തനത്തിൻ്റെയും പത്രപ്രവർത്തകരുടെയും അന്തസ്സ് വളർത്തിയ മഹാനായ പത്രാധിപരായിരുന്നു MD വാസുദേവൻ നായർ. താനൊരു പത്രപ്രവർത്തകനാണ് എന്ന് പറയുന്നതിൽ ഗിബ്രയിൽ മാർക്കേസിനെ പോലെ തന്നെ അഭിമാനം കൊണ്ട ഒരാളായിരുന്നു MD. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, താൻ പണ്ട് കാലത്ത് നടത്തിയിരുന്ന വിദേശയാത്രകളിലെല്ലാം തൻ്റെ അടുത്തിരിക്കുന്ന വിദേശി ചോദിക്കുകയാണ്, താൻ ആരാണ്? ഐ ആം എ റൈറ്റർ എന്ന് പറയാനല്ല, ഐ ആം എ ജേർണലിസ്റ്റ് എന്ന് പറയാനാണ് താൻ ഉത്സാഹിച്ചിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാസാഹിത്യകാരനായ MDയുമായി പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അടുത്ത് ബന്ധപ്പെടാനും സ്നേഹബന്ധങ്ങൾ സ്ഥാപിക്കാനും എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠം അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം പങ്കജ് ഹോട്ടലിലാണ് താമസിച്ചത്. ആ വേളയിൽ ദേശാഭിമാനിയുടെ തിരുവനന്തപുരം ലേഖകൻ എന്ന നിലയിൽ അദ്ദേഹവുമായി മുറിയിൽ 1 മണിക്കൂറിലധികം ചെലവഴിച്ച കാര്യം ഇപ്പോൾ ഓർക്കുകയാണ്. അതിനു മുമ്പ് MD ബീഥോവൻ്റെ 7ാം സിംഫണിയുമായി കൊല്ലത്തെത്തി അത് ഒരു പൊതുചടങ്ങിൽ പ്ലേ ചെയ്തിരുന്നു. അതിന് വഴിയൊരുക്കാൻ അവസരം ലഭിച്ചത് എനിക്കായിരുന്നു. MDയുടെ ഉറ്റ സുഹൃത്തായിരുന്നു പട്ടത്തുവിള കരുണാകരൻ. കഥാകാരനായ പട്ടത്തുവിള അകാലത്തിൽ വേർപിരിഞ്ഞു. അടുത്തടുത്തുള്ള 2 വീടുകളിൽ അയൽവാസികളായി കഴിഞ്ഞ ഉറ്റ ചങ്ങാതിമാരായിരുന്നു ഇവർ. പട്ടത്തുവിള ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ചെന്നൈയിലെ ആശുപത്രിയിൽ കഴിയുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം ബീഥോവൻ്റെ 7ാം സിംഫണിയുമായിട്ട് എത്തുകയാണ്. MD ആശുപത്രിയുടെ പടികൾ കയറുന്നതിന് തൊട്ട് മുമ്പ് പട്ടത്തുവിള ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ സ്നേഹത്തിനോടുള്ള ആദരവും സ്നേഹവും വേർപാടിലുള്ള നൊമ്പരവും പ്രകടിപ്പിക്കുകയായിരുന്നു. ബീഥോവൻ്റെ 7ാം സിംഫണി കൊല്ലത്ത് കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിലെ ഓഡിറ്റോറിയത്തിൽ പട്ടത്തുവിള കരുണാകരൻ്റെ നാമധേയത്വത്തിലെ സ്മാരക ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം മലയാളത്തിൻ്റെ ഭാഷാപിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ നാമധേയം കൂടുതൽ ശാശ്വതീകരിക്കുന്നതിന് സ്ഥാപിച്ച തുഞ്ചൻ പറമ്പിൻ്റെ യശസ്സിനായി MD നടത്തിയ സമർപ്പിത പ്രവർത്തനങ്ങൾ എക്കാലവും ഓർമ്മിക്കപ്പെടുന്നതാണ്. അതിൽ വർഗീയ കോമരങ്ങളെ അകറ്റി നിർത്തിയിരുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല. സൂഡോ സെക്യുലർ എന്ന ശകാര പദപ്രയോഗം ശക്തമായ കാലത്തും സെക്യുലറായി സാഹിത്യത്തിലും പത്രപ്രവർത്തനത്തിലും തൻ്റെ പ്രയാണം നടത്തിയ ധീരനായ ദൈഷ്ണിക ധീരതയുടെ പര്യായമായിരുന്നു MD. അന്ന് ഉസ്താദ് അംജദ് അലി ഖാൻ്റെ സരോദ് വാദനത്തിന്
തുഞ്ചൻ പറമ്പിൽ വേദിയൊരുക്കാൻ MD മുൻനിന്ന് പ്രവർത്തിച്ചത് ഈ വേളയിൽ ഓർക്കുകയാണ്. അത് സ്വർലയുടെ നേതൃത്വത്തിലായിരുന്നു ആ പരിപാടി നടത്തിയത്. ഞങ്ങളവിടെ എത്തുമ്പോൾ രാവിലെ തന്നെ MDയും അവിടെ സന്നിഹിതനായിരുന്നു. മലയാള പത്രപ്രവർത്തനത്തിൽ ലിറ്റററി ജേർണലിസത്തിൻ്റെ തലതൊട്ടപ്പനായി MD ഉയർന്നത് ഒരു ദിവസം കൊണ്ടല്ല. 6.5 പതിറ്റാണ്ടിന് മുമ്പ് മുതലേ ലിറ്റററി ജേർണലിസത്തിൻ്റെ പന്ഥാവ് മലയാളത്തിൽ വളരെ ശക്തമായി നടത്തി വന്നിരുന്ന ഒരാളാണ്. പുതിയ സാഹിത്യകാരന്മാരെയും സർഗപ്രതിഭയുള്ളവരെയും കണ്ടെത്തുക, അവരെ വളർത്തുക, അവർ വഴിതെറ്റാതിരിക്കുന്നതിന് ശ്രദ്ധിക്കുക. അത് MDയോളം ചെയ്ത പത്രാധിപന്മാർ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ്. അതിനുവേണ്ടി സർഗപ്രതിഭയുള്ള സാഹിത്യകാരന്മാരുടെ തന്നെ സൃഷ്ടികളിൽ വേണ്ടുന്ന തിരുത്തലുകൾ അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. ശീർഷകങ്ങൾ മാറ്റിയിട്ടുണ്ട്. സാഹിത്യത്തിൽ എന്ന പോലെ തന്നെ പത്രപ്രവർത്തനത്തിലും മാനവികതയുടെ കൊടിയടയാളം MD ഉയർത്തിപ്പിടിച്ചിരുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പത്രപ്രവർത്തകനായി തൻ്റെ പ്രയാണം ആരംഭിച്ച കാലഘട്ടത്തിൽ അന്ന് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം വളരെ ശക്തമായി തുടരുന്ന ഘട്ടമായിരുന്നു. ആ ഘട്ടത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ തിന്മകൾക്കെതിരെ ധീരമായ നിലപാട് സ്വീകരിച്ച സാഹിത്യകാരനും പത്രാധിപരുമായിരുന്നു MD. സോവിയറ്റ് യൂണിയനെ അനുകൂലിച്ചിരുന്നു എങ്കിൽ പോലും അന്നും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെയൊന്നും MD അനുകൂലിച്ചിരുന്നില്ല എന്നുള്ളതും നമ്മൾ കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രത്യക്ഷത്തിൽ നിരന്തരം ഇടപെടുന്ന രീതി MDക്കില്ലായിരുന്നു. എന്നാൽ സമൂഹത്തിൽ ജനങ്ങളെ വിഭജിക്കുന്ന നിലപാടുകൾ എടുക്കുമ്പോൾ അദ്ദേഹം ഇടപെടുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ അഭിപ്രായം പറയാതെ മൗനം പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വേളയിൽ ഈ ജ്ഞാനപീഠ ജേതാക്കളെ കടൽ കടത്തണമെന്ന് രൂക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ ശത്രു ചേരിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിലും MDയുടെ ഒന്നും മനസ്സിളക്കാൻ അത്തരം പരാക്രമങ്ങൾക്കൊന്നും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതും ഈ വേളയിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. MDയുടെ ചലച്ചിത്രങ്ങളിൽ പോലും പത്രാധിപരായ MDയും അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനവും ഘടകങ്ങളായി വന്നിട്ടുണ്ട്. സുഹൃതം, പഞ്ചാഗ്നി തുടങ്ങിയിട്ടുള്ള സിനിമകളിലെല്ലാം അത് നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. വിയറ്റ്നാം യുദ്ധത്തിൻ്റെ ചിത്രം പകർത്തി ഉലിസ്റ്റർ സമ്മാനം നേടിയ മിക്കൂട്ട് കേരള മീഡിയ അക്കാദമിയുടെ അതിഥിയായി കേരളത്തിലെത്തിയപ്പോൾ അദ്ദേഹം ഒരു കേരള പര്യടനം നടത്തിയിരുന്നു. അന്ന് കോഴിക്കോട്ട് വന്ന മിക്കൂട്ടിനെ സ്വീകരിക്കാനും സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനും ടൗൺ ഹാളിൽ MD മിക്കൂട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ എത്തിയത് ഈ വേളയിൽ ഓർക്കുകയാണ്. കേരളീയൻ്റെ ജീവിത പരിസരത്തെ മതനിരപേക്ഷമാക്കാൻ ശ്രദ്ധയോടുകൂടി സാഹിത്യരചനയും പത്രപ്രവർത്തനവും നടത്തിയ മഹാനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നവതി കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ മാഗസിൻ ഒരു പ്രത്യേക പതിപ്പായി പ്രസിദ്ധീകരിച്ചുകൊണ്ട് പ്രതികരിച്ചിരുന്നു. ആ പ്രത്യേക പതിപ്പ് പ്രശസ്തനായ ഫോട്ടോഗ്രാഫർ മുസ്തഫ MDയെ വീട്ടിൽ ചെന്ന് കണ്ട് സമ്മാനിച്ചപ്പോൾ അദ്ദേഹം സമ്മാനിച്ചത് ഒരു ചെറു പുഞ്ചിരിയായിരുന്നു. ഇതടക്കമുള്ള ഒരുപാട് ഓർമ്മകൾ കേരള മീഡിയ അക്കാദമിക്ക് MDയുമായി ബന്ധപ്പെടുത്തി പറയാനുണ്ട്, ഓർക്കാനുണ്ട്. മലയാളത്തിൻ്റെ വലിയ സാഹിത്യ പത്രപ്രവർത്തകൻ പത്രങ്ങളെ വേദനിപ്പിക്കാതെയാണ് അന്ത്യയാത്രയായത്. എല്ലാ പത്രങ്ങളും പ്രത്യേക പേജുകൾ
രൂപകൽപ്പന ചെയ്ത് വച്ചിരുന്നു. എങ്കിലും പത്രങ്ങൾ ഇറങ്ങാത്ത ദിവസം മഹാനായ പത്രാധിപർ യാത്രയായി. കേരള മീഡിയ അക്കാദമിയുടെ ആദരവും സ്നേഹവും അർപ്പിക്കുന്നു. ചിത്രവർണ്ണങ്ങൾ നൃത്തമാടും നിൻ ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ ഞങ്ങൾ കേൾക്കാത്ത പാട്ടിലെ സ്വരവർണ്ണ രാജികളില്ലയോ ഇല്ലയോ ഇല്ലയോ കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണ്. 2024 കടന്നു പോവുകയാണ്. മാധ്യമങ്ങളുടെ കൺവെട്ടങ്ങളിൽ സ്തോഭജനകവും ആശങ്ക ഉയർത്തുന്നതും വേദനിപ്പിക്കുന്നതുമായ ഒട്ടേറെ കാഴ്ചകൾ തെളിഞ്ഞും തെളിയാതെയും കടന്നുപോയി. ഓരോ പുതുവർഷവും പ്രത്യാശയുടെ കാത്തിരിപ്പ് കൂടിയായി മാറുന്നത് പിന്നിട്ട വർഷത്തിന്റെ ഓർമ്മകളിലൂടെയാണ്. ചിത്രജാലകത്തിൽ ബി ചന്ദ്രകുമാർ പോയ വർഷത്തെ ക്യാമറ കണ്ണുകളിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. (2024) ഫോട്ടോകളിലൂടെ എങ്ങനെ അടയാളപ്പെടുത്തി എന്ന് നമുക്ക് നോക്കാം. പല രാജ്യങ്ങളും യുദ്ധക്കെടുതിയുടെ വിഷമഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന യുദ്ധം 1 വർഷം പിന്നിടുമ്പോൾ 1,00,000-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ തലയ്ക്ക് പരിക്കേറ്റ പാലസ്തീൻ പെൺകുട്ടിയുടെ ഈ ചിത്രവും ഹൃദയം മരവിപ്പിക്കുന്നതായിരുന്നു. റഷ്യ ഉക്രൈനെതിരെ നടത്തുന്ന യുദ്ധത്തിലും വൻ നാശമാണ് സംഭവിച്ചിട്ടുള്ളത്. വാർത്താ ഏജൻസികളുടെ ഫോട്ടോ ഗാലറി നിറയെ മനുഷ്യക്കുരുതിയുടെ നീറുന്ന കാഴ്ചകളാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റ ഓൺ ദ സ്പോട്ട് ചിത്രം വളരെ അത്ഭുതകരമായി തോന്നി. പ്രോഗ്രാം കവർ ചെയ്യുന്നതിനിടെ തികച്ചും അവിചാരിതമായാണ് വെടിയുണ്ട പാഞ്ഞു പോകുന്ന ദൃശ്യം അമേരിക്കൻ ഫോട്ടോഗ്രാഫർ ഡഗ് മിൽസിന്റെ ക്യാമറയിൽ കുടുങ്ങിയത്. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന് പരിഹാരം തേടി ഒരു വ്യത്യസ്തമായ പ്രതിഷേധം നടന്നു. ബ്രസീലിൽ നടന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ലോക നേതാക്കളുടെ കട്ടൗട്ടുകൾ പ്രദർശിപ്പിച്ചായിരുന്നു പ്രതിഷേധം. ഈ ചിത്രവും ശ്രദ്ധേയമായി. 2024 പാരീസ് ഒളിമ്പിക്സ് ഒട്ടേറെ ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചു. ഇത്തവണത്തെ 100 മീറ്റർ സ്പ്രിന്റ് മത്സരം ഫോട്ടോ ഫിനിഷ് എന്ന സമ്പ്രദായത്തെ പോലും പരാജയപ്പെടുത്തി. 0.005 സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് അമേരിക്കയുടെ നോവ ലെയിൽസ് സ്വർണം നേടിയത്. ഭുവനേശ്വറിൽ നടന്ന നാഷണൽ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ കേരളത്തിന്റെ അഖില രാജു ഡിസ്കസ് ത്രോയിൽ വെങ്കലം നേടുന്ന ചിത്രവും ഏറെ ശ്രദ്ധേയമായി. ചുഴലിക്കൊടുങ്കാറ്റ് വേഗത്തിലുള്ള ആക്ഷൻ വളരെ ഷാർപ്പായി ക്യാമറയിൽ പകർത്തിയ ദേശാഭിമാനി ഫോട്ടോഗ്രാഫർ ബിനുരാജ് അഭിനന്ദനം അർഹിക്കുന്നു. കഥകളും ഉപകഥകളുമായി വാർത്ത എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ നിർമ്മിത ബുദ്ധിയിൽ നിർമ്മിച്ച ചിത്രങ്ങളും കൂടി നിറഞ്ഞ ഒരു വർഷമാണ് 2024. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഗൗതം അദാനി അമേരിക്കയിൽ അറസ്റ്റിലായി എന്ന രീതിയിൽ ഓൺലൈനിൽ പ്രചരിപ്പിച്ച ചിത്രം അസലായി തോന്നുമെങ്കിലും അത് നിർമ്മിത ബുദ്ധിയിൽ വ്യാജമായി സൃഷ്ടിച്ചതായിരുന്നു. പരമ്പരാഗത മാധ്യമങ്ങളിൽ ഭൂരിഭാഗവും ഇത്തരം വ്യാജ സൃഷ്ടികളിൽ ഏർപ്പെടുന്നില്ല എന്നത് അഭിലഷണീയമായ കാര്യമാണ്. വിശ്വവിഖ്യാത ഇന്ത്യൻ തബലിസ്റ്റ് സക്കീർ ഹുസൈൻ ഡിസംബറിൽ നമ്മോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതലുള്ള ചിത്രങ്ങൾ ടെലിഗ്രാഫ്, ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങൾ ഓൺലൈനിൽ പങ്കുവച്ചതും ശ്രദ്ധേയമായി. കർണാടകയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഒലിച്ചുപോയി പുഴയിൽ മുങ്ങിത്താണ ലോറിയെയും ഡ്രൈവർ അർജുനെയും 22 ദിവസത്തെ തിരച്ചിലിന് ശേഷമാണ് കണ്ടെത്താനായത്. അത്രയും നാൾ അതൊരു നൊമ്പരമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. ഫോട്ടോഗ്രാഫർക്ക് പ്രായം ഒരു പ്രശ്നമാണോ? അല്ല എന്നാണ് വിശ്വവിഖ്യാത ഫോട്ടോഗ്രാഫറായ
നിക്കൂട്ട് തെളിയിക്കുന്നു. താൻ പകർത്തിയ ഒരു സുന്ദര ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് 73-ാം വയസ്സിലും താൻ സജീവമാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് അദ്ദേഹം. നാഷണൽ ജിയോഗ്രഫിയുടെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച ഒരു ചിത്രവും ശ്രദ്ധേയമായി. ഒരു കടയിലേക്ക് കയറി വന്ന ഒരു മാനിന് കടക്കാരൻ കപ്പലണ്ടി മിഠായി കൊടുത്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുടുംബത്തെയും കൂട്ടി അത് വീണ്ടും എത്തി എന്ന അടിക്കുറിപ്പോടെയാണ് നാഷണൽ ജിയോഗ്രഫിയുടെ ഫേസ്ബുക്ക് പേജ് ആ ചിത്രം പങ്കുവച്ചത്. കോഴിക്കോട് ജില്ലയിൽ പണി പൂർത്തിയാവുന്ന മർക്കസ് നോളജ് സിറ്റിയുടെ താമരശ്ശേരി ചുരത്തിൽ നിന്നുള്ള ഒരു ദൃശ്യം അതിമനോഹരമായി തോന്നി. സ്വർഗം താണിറങ്ങി വന്നതാണെന്ന് തോന്നിപ്പിക്കുന്ന മൂന്നാർ ഗ്യാപ്പ് റോഡിന്റെ സുന്ദരമായ കാഴ്ചയും മനോഹരമായി തോന്നി. ഓരോ വർഷം കടന്നു പോകുമ്പോഴും കൂടുതൽ നല്ല ചിത്രങ്ങൾ എടുക്കാനുള്ള ചെറുപ്പം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വാക്കുകളുടെ പുനർവായനയാണ് വാക്കിലെ ശരി. പോയ വർഷം ശ്രദ്ധ പിടിച്ചുപറ്റിയ വാക്കുകളെ തേടിപ്പിടിക്കുക എന്നത് വർഷാന്ത്യ ചിന്തകളിൽ പതിവാണ്. മാധ്യമ സ്ഥാപനങ്ങളും മറ്റ് ഏജൻസികളും ഇത്തരം വാക്കുകൾ തിരഞ്ഞെടുത്ത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് പതിവ് കാഴ്ചയായി മാറാറുണ്ട്. പോയ വർഷത്തെ വാക്കുകളിലേക്ക് SD പ്രിൻസ് വാക്കിലെ ശരിയെ നയിക്കുന്നത് നമുക്ക് കാണാം. വ്യക്തികൾക്ക് മാത്രമല്ല, ഇക്കാലത്ത് വാക്കുകൾക്കും താരപരിവേഷം കൈവരാറുണ്ട്. ഓർമ്മയില്ലേ, കുറച്ചു കാലം മുമ്പ് അയ്യോ എന്ന മലയാളം വാക്ക് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ കയറിപ്പറ്റിയത്? അതുപോലെ പല വാക്കുകളും നിഘണ്ടുവിൽ കയറിപ്പറ്റുന്നു എന്ന് മാത്രമല്ല, ഓരോ നിഘണ്ടുകാരും ഓരോ വർഷവുമാകുമ്പോൾ നോക്കുന്നുണ്ട് ഈ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ച വാക്ക് ഏത് എന്നൊക്കെ. കഴിഞ്ഞ വർഷം മലയാളത്തിൽ മാപ്ര എന്നും നിർമ്മിത ബുദ്ധിയും എന്നുള്ള വാക്കുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടതെന്ന് ഒരു കണക്കെടുപ്പിൽ പറഞ്ഞിരുന്നു. അതുപോലെ ഇത്തവണയും അതിൻ്റെ കണക്കെടുപ്പുകൾ നടക്കുകയാണ്. അതിനിടെ ഇംഗ്ലീഷ് നിഘണ്ടുവിലുള്ള വാക്കുകൾ നേരത്തെ തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. മെറിയം വെബ്സ്റ്റർ ഡിക്ഷണറി പറയുന്നത് അവരുടെ കണക്കിൽ പോളറൈസേഷൻ, നമ്മൾ ധ്രുവീകരണം എന്നൊക്കെ പറയുമല്ലോ, ആ വാക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിഞ്ഞ തവണ ഉപയോഗിച്ചതെന്നാണ്. സാധാരണമായി മാധ്യമങ്ങളിലും മറ്റും ഈ വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കണ്ടിട്ടാവാം ഇങ്ങനെ ഒരു കണക്കിൽ അവരെത്തുന്നത്. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി ആകട്ടെ ബ്രെയിൻ റോട്ട് എന്ന വാക്കുമായാണ് ഈ വർഷം വന്നത്. അവർ പറയുന്നത് ബ്രെയിൻ റോട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം ബൗദ്ധികമായി അധപതിക്കുക എന്നതാണ്. ഈ അധപതനം വെറുതെ ഉണ്ടാകുന്നതല്ല. സാമൂഹിക മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളിൽ നിലവാരം കുറഞ്ഞ ഉള്ളടക്കം വായിച്ചും കണ്ടും കേട്ടും ഉണ്ടാകുന്ന ഒരു അധപതനമാണ് ഇതെന്നാണ് പറയുന്നത്. ഏതാണ്ട് 37,000 സ്ഥലത്ത് ബ്രെയിൻ റോട്ട് എന്ന പ്രയോഗം ഉപയോഗിച്ച് കണ്ടു എന്നാണ് ആ നിഘണ്ടുക്കാർ പറയുന്നത്. ഈ ബ്രെയിൻ റോട്ട് എന്നതിന് ഇംഗ്ലീഷിൽ നൽകുന്ന ഒരു അർത്ഥമുണ്ട്, ഡീറ്റീരിയറേഷൻ എന്നാണ് പറയുന്നത്. അതായത് അധപതനം തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഡോക്ടർ ശശി തരൂർ MP അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഡീറ്റീരിയറേറ്റ് എന്ന വാക്കിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കങ്കാരു വാക്കുകളുടെ ഗണത്തിലാണ്. കങ്കാരുവിൻ്റെ സ്വഭാവം അറിയാമല്ലോ, ശരീരത്തിൽ ഒരു സഞ്ചിയിൽ സ്വന്തം കുഞ്ഞിനെയും കൊണ്ട് നടക്കുന്നതാണ് കങ്കാരുവിൻ്റെ സ്വഭാവം. ചില വാക്കുകളിൽ അതിൻ്റെ പര്യായം ഉൾപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത്. ലോറിയുടെയൊക്കെ പുറകിൽ എഴുതിയിരിക്കുന്നുണ്ടല്ലോ, ഹൈലി ഇൻഫ്ലെയിമബിൾ. ഇൻഫ്ലെയിമബിൾ എന്ന വാക്കിനകത്ത് ഫ്ലെയിമബിൾ എന്ന അതിൻ്റെ പര്യായം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു കങ്കാരു വാക്കായി കണക്കാക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെയാണത്രേ ഈ ഡിറ്റീരിയറേറ്റ് എന്ന വാക്ക്. ഒരാൾ ഡിറ്റീരിയറേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം റോട്ടം ചെയ്യുന്നുണ്ട്, ഡൈയും ചെയ്യുന്നുണ്ട്, അതായത് അഴുകുന്നുമുണ്ട്, മരിക്കുന്നുമുണ്ട് എന്നാണ് തരൂരിൻ്റെ പക്ഷം. ഏതായാലും ബ്രെയിൻ റോട്ട് എന്ന വാക്ക് ഇന്ന് പ്രചാരം കൂടുതൽ നേടിക്കഴിഞ്ഞു. മറ്റൊരു പ്രമുഖ നിഘണ്ടുവായ കോളിൻസ് ഡിക്ഷണറി ഇത്തവണ കൊണ്ടുവന്നത് ബ്രാറ്റ് എന്നൊരു വാക്കാണ്. ഈ ബ്രാറ്റ് എന്ന വാക്ക് പണ്ട് തൊട്ടേ ഉള്ള ഒരു വാക്ക് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അതിനെ യുവജനതയുടെ വാക്കായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ബ്രാറ്റിന് പണ്ട് നമ്മൾ മര്യാദയില്ലാത്ത കുട്ടി, കൊച്ചു തമ്മാടി എന്നൊക്കെ പറയുമായിരുന്നു. പണ്ടൊരിക്കൽ ഇലസ്ട്രേറ്റഡ് വീക്ക്ലിയിൽ ഒരു ലേഖനത്തിൻ്റെ ശീർഷകം ഓർക്കുന്നു. അത് അക്കാലത്തെ രാഷ്ട്രീയത്തിൽ പ്രാമുഖ്യമുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ വനിത പറയുന്ന കാര്യമായിരുന്നു. അവർ അവരുടെ കൊച്ചുമകനെ വിശേഷിപ്പിച്ചത് ദ ബ്രാറ്റ് ഹൂ സ്പോയിൽസ് മൈ സ്ലീപ്പ് എന്നായിരുന്നു. ഇന്ന് അതൊക്കെ മാറി ബ്രാറ്റ് എന്നതിന് ഇപ്പോഴുള്ള അർത്ഥം മര്യാദഘട്ടവനെന്നല്ല, കടുത്ത ആത്മവിശ്വാസമുള്ള അല്ലെങ്കിൽ കടുത്ത സ്വാതന്ത്ര്യബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നൊക്കെയാണ്. ബ്രാറ്റിനെ പറ്റി പറഞ്ഞു വരുമ്പോൾ പണ്ട് T.S. എലിയറ്റിൻ്റെ വിഖ്യാതമായൊരു നാടകമുണ്ട്, മർഡർ ഇൻ ദ കത്തീഡ്രൽ. അതിൽ തോമസ് ബെക്കറ്റ് എന്ന ഒരു ആർച്ച് ബിഷപ്പിനെ കുറിച്ച്
ചില ആളുകൾ അധിക്ഷേപിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ഹിയർ ഇസ് തോമസ് ദ ചീപ്പ് സൈഡ് ബ്രാറ്റ് എന്നാണ്. അതായത് ചീപ്പ് സൈഡ് എന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ഒരു മര്യാദ കെട്ടവൻ എന്ന അർത്ഥത്തിൽ. നൂറ്റാണ്ടൊന്ന് പറഞ്ഞപ്പോൾ ബ്രാറ്റിൻ്റെ അർത്ഥമേ മാറി. കഴിഞ്ഞ വർഷം മലയാളത്തിൽ നിർമ്മിത ബുദ്ധി എന്ന വാക്കിന് വലിയ പ്രാധാന്യം നമുക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു വാക്കിന് ഇംഗ്ലീഷിൽ പ്രാമുഖ്യം കിട്ടിയിട്ടുണ്ട്. സ്ലോപ്പ് എന്നാണ് ആ വാക്ക്, SLOP. പണ്ടുകാലത്ത് കണ്ണീർ സാഹിത്യത്തെ, പൈങ്കിള സാഹിത്യത്തെയും കണ്ണീർ സാഹിത്യത്തെയും ഒക്കെ സ്ലോപ്പ് എന്ന് പറയുമായിരുന്നു. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി കൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന എഴുത്തിൻ്റെ ഉള്ളടക്കം, അതിനെയാണ് സ്ലോപ്പ് എന്ന് വിളിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഇനി ആ വാക്ക് പതിവായി നമ്മൾ പല ലേഖനങ്ങളിലും കാണാനിടയുണ്ട്. കാരണം ഇന്ന് ഒരുപാട് ആളുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചാണല്ലോ ലേഖനങ്ങളൊക്കെ എഴുതുന്നത്. ഇംഗ്ലീഷിൽ മാത്രമല്ല ഇത്തരം പ്രയോഗങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ മലയാളത്തിലും ചിലപ്പോഴൊക്കെ രസകരമായ ചില പ്രയോഗങ്ങൾ വരാറുണ്ട്. വടി കൊടുത്ത് അടി വാങ്ങുക എന്ന് മലയാളത്തിൽ പതിവായി പറയാറുണ്ട്. ഈയിടെ ഒരു ആത്മകഥയുടെ കാര്യം വാർത്ത വന്നപ്പോൾ ഒരു പത്രത്തിൽ കണ്ടത് വട കൊടുത്ത് അടി വാങ്ങിയെന്ന്. വടയും വടിയൊക്കെ അവിടെ നിൽക്കട്ടെ, മലയാളത്തിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട രസകരമായ വാക്കുകൾ ഏതായിരുന്നു എന്നതിൻ്റെ കണക്കെടുപ്പ് നടക്കുന്നതേ ഉള്ളൂ. വരുന്ന ആഴ്ചയോടെ ആ വാക്കുകൾ നമ്മുടെ മുന്നിലെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സാധാരണമായി പുതുവത്സര സമ്മാനം പോലെയാണ് ഈ വാക്കുകളെ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത്. പുതുവത്സരത്തിന് ഇനി കുറച്ച് ദിവസം മാത്രമല്ലേ ഉള്ളൂ, കാത്തിരിക്കാം. ചില പ്രധാന സംഭവങ്ങൾ നടക്കുമ്പോൾ അത് നടക്കുന്ന സ്ഥലപ്പേര് വാർത്തയിൽ ഇടം പിടിക്കാറുണ്ട്. ചില ശീർഷകങ്ങളൊക്കെ ആ സ്ഥലപ്പേരിനെ ആസ്പദമാക്കി തന്നെയാവും കൊണ്ടുവരിക. അതുകൊണ്ടാണല്ലോ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ ഒരു സ്കൂൾ കലോത്സവം നടന്നപ്പോൾ രസകരമായ പല ശീർഷകങ്ങളും നമ്മൾ കണ്ടത്. നെയ്യാറ്റിൻ കല എന്നൊരു പത്രം എഴുതിയിരിക്കും, കലക്കൻ കര എന്നെഴുതിയൊരു പത്രമുണ്ട്, നെയ്യാണ്ടിലെ കലാമേളം എന്ന് ആണ് ഒരു പത്രത്തിൽ കണ്ടത്. നെയ്വിളക്ക് തെളിഞ്ഞെന്നും നെയ്യാറ്റിൻ കരയേറി കപ്പ് അങ്ങനെയൊക്കെ കണ്ടിരുന്നു. ഓസ്ട്രേലിയൻ നഗരമായ പെർത്തിൽ വെച്ച് ഒരു ക്രിക്കറ്റ് ടെസ്റ്റ് നടന്നു, ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ. ഇന്ത്യക്ക് ഒരു തകർപ്പൻ വിജയം ആ കളിയിൽ നേടാൻ പറ്റി. ഇത് വാർത്ത വന്നപ്പോൾ അത് പലർക്കും പെരുത്തിഷ്ടമായി എന്ന് നമുക്ക് ബോധ്യമായി. കാരണം ശീർഷകങ്ങളൊക്കെ ഏതാണ്ട് ആ രീതിയിലായിരുന്നു. പെരുത്തിഷ്ടമായി എന്ന് ഒരു പത്രം പറഞ്ഞിട്ടുണ്ട്, പെർത്തിഷ്ടമായി എന്ന് വേറൊരു പത്രം പറയാം. അവിടെ കളിയിൽ താരമായത് ബുംറയാണ്, അതുകൊണ്ട് പെർത്ത് ബൂംറ എന്ന് മറ്റൊരു പത്രം എഴുതിയിരുന്നു. ഇനി കഴിഞ്ഞ ദിവസം ഒരു ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് സമാപിച്ചതേ ഉള്ളൂ. അതിൻ്റെ വാർത്ത അവതരിപ്പിക്കുമ്പോൾ ഒരു പത്രം പറഞ്ഞത് ചലച്ചിത്രപുരം. കാരണം തിരുവനന്തപുരത്താണല്ലോ നടക്കുന്നത്. സിനിമ കാണുമ്പോൾ കിട്ടുന്ന ആനന്ദത്തെ സിനിമാനന്ദം എന്നൊരു ശീർഷകത്തിലേക്ക് ഒതുക്കി കാണുക. തിരുവനന്തപുരം നഗരത്തിന് ഒരു സവിശേഷതയുണ്ട്. 3 മതങ്ങളുടെ ആരാധനാലയങ്ങൾ അടുത്തടുത്തായി നിൽപ്പുണ്ട്. അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഗോപുരം ഈയിടെ പുതുക്കി പണിഞ്ഞപ്പോൾ ഒരു പത്രത്തിൽ വലിയൊരു വാർത്ത വന്നു. സാഹോദര്യ ഗോപുര പാളയം എന്നായിരുന്നു ശീർഷകം. പാളയം എന്ന സ്ഥലത്ത് 3 ആരാധനാലയങ്ങൾ നിൽക്കുന്ന ആ ഒരവസ്ഥയും അവിടെയുള്ള സാഹോദര്യവും കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു രസകരമായ ശീർഷകം ആ പത്രം കൊണ്ടുവന്നത്. ഇതൊക്കെയാണല്ലോ പത്രം വായനയിലെ ചില രസങ്ങളും. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. 2024 അവസാനിക്കുന്നത് അപരിഹാര്യമായ ഒരു നഷ്ടത്തെ ഏറ്റുവാങ്ങിക്കൂടിയാണ്. ഒരിക്കൽ കൂടി എഴുത്തിന്റെ പെരുന്തച്ഛന് കേരള മീഡിയ അക്കാദമിയുടെ കണ്ണീർ പ്രണാമം. നന്ദി, നമസ്കാരം. കടലിന്നഗാധമാം നീലിമയിൽ കതിർ ചിന്നും മുത്തുപോലെ പവിഴം പോലെ, കടലിന്നഗാധമാം നീലിമയിൽ